നമ്മുടെ ഐഫോണിൽ പുതിയ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ എനേബിൾ ആയിട്ട് കുറച്ച് നാളുകളായി. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഡയറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ വരണമെന്നില്ല. നമ്മൾ അതിന്റെ ഫോണിന്റെ സെറ്റിംഗ്സിനകത്ത് പോയി ആദ്യം അത് ഓൺ ചെയ്ത് വച്ചതിന് ശേഷമാണ് നമ്മളൊരു കോൾ വരുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അത്യാവശ്യ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യണം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ഇത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ കൊടുക്കുക. കാരണം പലരും ഇപ്പോഴും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതിരിക്കുന്നുണ്ട്. കോൾ റെക്കോർഡിംഗ് എനേബിൾ ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട സെറ്റിംഗ്സ് എന്നുള്ളത് നമ്മുടെ സെറ്റിംഗ്സ് എന്ന ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെ പോവുക. പോയതിനു ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് ബാറിൽ നിങ്ങൾ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൺ ടൈപ്പ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം നിങ്ങൾ കുറച്ചൊന്ന് താഴേക്കായി ഇങ്ങനെ സ്വാപ്പ് ചെയ്യുക. ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നീക്കി വിടുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഓഡിയോ കോൾ റെക്കോർഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കോൾ റെക്കോർഡിംഗ് കിട്ടുകയുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൾ വരികയോ നമ്മൾ വിളിക്കുകയോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരണം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു കോൾ വിളിക്കുകയാണെന്ന് നോക്കിയോ. നമ്മൾ കോൾ ചെയ്ത് കോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ മോർ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തായി നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ കോൾ റെക്കോർഡിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതാണ്. ഇങ്ങനെ റെക്കോർഡ് തുടങ്ങുമ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ എതിരായിട്ടുള്ള ആളിന് പോകുന്നതായിരിക്കും നിങ്ങളുടെ കോൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഈ പറയുന്ന റെക്കോർഡിംഗ് എല്ലാം വന്ന് കിടക്കുന്നത് എവിടെയാണെന്ന് കാണിക്കുന്നതാണ് ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടർച്ചയായി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ കാണുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇതുപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. ഈ കോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണിക്കുന്നതാണ്. നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ആ കോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കേൾക്കുന്നതിനും മറ്റും സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ കേൾക്കുക. ഇപ്പോൾ ഈ പ്ലേ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കും. കൂടാതെ ഇതിനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെറ്ററുകളായിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് എഴുതി തരുന്ന രീതിയിലേക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കുവാൻ സാധിക്കും. ഇതിന് നിങ്ങൾക്ക് രണ്ടാമത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് നമ്മുടെ ഈ പറയുന്ന ഐഫോണിൻ്റെ നോട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ നോട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു റെക്കോർഡിംഗ് ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് സാധിക്കുന്നതാണ്. കൂടാതെ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞു കണ്ടോ, ഞാനിപ്പോൾ നോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്തു. ആ നോട്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോന്നിലും ഏത് നമ്പറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, എവിടെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അറിയുന്നതിന് സാധിക്കുന്നതാണ്.